ഫൈനലി ഒരു 3-4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് തൊട്ട് പിന്നെയും പോസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണ് വീഡിയോസ്. സത്യം പറഞ്ഞാൽ ഇത്തിരി പഠനപരമായിട്ടുള്ള തിരക്ക് കാരണമാണ് ഞാൻ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ എല്ലാ വീഡിയോസും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്ത കാരണം നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് നാൾ മുന്നത്തെയാണ്, അതായത് മതിക്കുന്ന് പൊങ്കാലയ്ക്ക് പോയപ്പോൾ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ പൊങ്കാല ഇടൽ. എപ്പോഴും പൊങ്കാല പായസം കഴിക്കാമെന്നല്ലാണ്ട് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും മതിക്കുന്ന് തന്നെ തുടക്കം കുറിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തൃശ്ശൂരായിട്ട് മതിക്കുന്ന അമ്മയ്ക്ക് പൊങ്കാല ഇട്ടില്ലെങ്കിൽ എന്ത് കാര്യമില്ലേ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ തുടക്കം നമ്മൾ കുറിച്ചിട്ടുള്ള കേട്ടോ. ആദ്യത്തെ പൊങ്കാല ആയ കാരണം തന്നെ സെറ്റ് സാരി എല്ലാം ഉടുത്ത് നല്ല ഭംഗിയിൽ പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഒരുങ്ങിയിട്ട് പോയേക്കണേ കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടണ കാരണം ഒന്നും ചുമന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും അവിടെ അമ്പലത്തിൽ ചെന്ന് ഈ ഒരു പൊങ്കാല കിറ്റിനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും. ഈ ഓലക്കൊടി, വിറക്, അരി, ശർക്കര ഇതെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും. എന്തിന് വെള്ളമടക്കം നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഒന്നും നമ്മൾ ചുമന്ന് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്നേ ദിവസം നമ്മൾ നേരത്തെ വന്ന കാരണം തന്നെ നമുക്ക് ഏതടുപ്പ് വേണമെങ്കിലും ചൂസ് ചെയ്യായിരുന്നു. നമ്മളെന്തായാലും കിറ്റെല്ലാം വാങ്ങിയതിന് ശേഷം ഒന്ന് അമ്മേനെ തൊഴുതിട്ടാണ് വന്ന് അരി കഴുകാനൊക്കെ ഇരുന്നത് കേട്ടോ. അരി കഴുകാൻ നമ്മൾ നേരത്തെ വന്നില്ലെങ്കിൽ ആ പൈപ്പിൻ്റെ ആ ഭാഗത്തെല്ലാം നല്ല റഷ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ കഴുകലെല്ലാം കഴിഞ്ഞ് കലമൊക്കെ ഒന്ന് അലങ്കരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് ചന്ദനം കാര്യങ്ങളെല്ലാം എടുത്ത് ഒന്ന് അണിയിച്ചൊരുക്കുന്നുണ്ട് കലത്തിനെ. നമ്മൾ പിന്നെ പൂവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പൂവെല്ലാം വെച്ച് ഒന്ന് സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കലം. അപ്പോഴത്തേക്ക് നല്ല വെയിൽ ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അന്നേ ദിവസം ആ വെയിലിനെല്ലാം നല്ല ചൂടായിരുന്നു. 9 മണി ടൈമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര വെയിലും നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ആൾക്കാരെല്ലാം വന്നും കൂടിയിട്ടുണ്ട്. ഒരു ടൈം കഴിയുമ്പോഴേക്കും ഇവിടെ ഫുള്ള് റഷായിരുന്നു കേട്ടോ. ഈ പൊങ്കാല ഇടുന്ന വീഡിയോസിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ അമ്മമാരൊക്കെ എന്തിനാണ് ഈ തോർത്ത് ഇങ്ങനെ തലയിലിട്ടിരിക്കണേന്ന്. ഇപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. കാരണം അമ്മ അതിൽ വെയിൽ വരുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഒരു മറയാണ് സത്യം പറഞ്ഞാൽ ഒരു തോർത്ത്. ആ തോർത്തൊന്നില്ലായിരുന്നെങ്കിൽ എന്തായേനെന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ. അത്രയും വെയിലായിരുന്നു. പിന്നെ ഫൈനലി നമ്മൾ തീ കൊളുത്തിയതിന് ശേഷം ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ എൻ്റെ ഈ തിളച്ച് പോകുന്ന നേരത്താണ് ഞാൻ ചിറ്റയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളൊക്കെയാണ് ഈ പ്രാർത്ഥിച്ച് നമ്മൾ ഇട്ടേക്കണേ കേട്ടോ. അപ്പോൾ അതെല്ലാം ദേവി എനിക്ക് അടുത്തൊരു കൊല്ലമാകുമ്പോഴേക്കും അമ്മ സാധിച്ചു തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം എനിക്കറിഞ്ഞൂടെ, സന്തോഷം കൊണ്ടും കരച്ചിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം ചെറിയ സങ്കടമുണ്ട്. ആ സങ്കടം എല്ലാം ദേവി മാറ്റി തരുന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മൾ ഈ ഒരു കൊല്ലത്തെ പൊങ്കാല ഇട്ടേക്കാണ്. അമ്മോട് ഒരുപാട് കാര്യങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ നേരെ ഇരിക്കുന്നുണ്ടായിരുന്നേ. ശരിക്കും പൊങ്കാല ഇടുന്ന തിളച്ച് വരുന്ന സമയത്തൊക്കെ എനിക്ക് നല്ലപോലെ സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഈ നേദിക്കൽ കഴിയുമ്പോൾ നമ്മുടെ അമ്മയുടെ മുന്നിൽ കൂടെ നമ്മൾ തലയിൽ ഈ കലം വെച്ചിട്ട് ഒന്ന് വലം വെച്ചിട്ട് വേണം പോകണമെങ്കിൽ. ഇതൊക്കെയാണ് അവിടുത്തെ ചടങ്ങുകൾ അന്നേ ദിവസം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പൊങ്കാല എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്ത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.